നമ്മൾ വർക്ക്ഹോളിസം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം എന്താണ് വർക്ക്ഹോളിസം. ജോലി ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നാറുണ്ടോ? പേഴ്സണലായി ലീവ് എടുക്കുമ്പോൾ പോലും ഓഫീസിൽ നിന്നുള്ള മെയിലുകൾ ചെക്ക് ചെയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരോടൊത്ത് ഇരിക്കുമ്പോൾ ഓഫീസിൻ്റെയും ജോലിയെയും കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാറുണ്ടോ? ജോലിക്കും പേഴ്സണൽ സ്പേസിനും ഇടയ്ക്ക് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊരു വർക്ക്ഹോളിക്കായ വ്യക്തിയാണ്. ഇത് വളരെ നിശബ്ദമായ എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു അഡിക്ഷനാണ് വർക്ക്ഹോളിസം. വർക്ക്ഹോളിസം എന്നത് ജോലിയിൽ കഠിന പ്രയത്നം നടത്തുന്നു എന്നതല്ല, ജോലിയോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നുക എന്നതാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ജോലിക്കാരെക്കായാലും വർക്ക്ഹോളിസ്റ്റിന് ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. ഇത് ക്രമേണ അവരെ മാനസിക സമ്മർദ്ദത്തിലേക്കും ഗുരുതരമായിട്ടുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നിങ്ങളൊരു വർക്ക്ഹോളിക്കാണോ എന്നറിയാനുള്ള ചില റെഡ് ഫ്ലാഗ്സ് ഇതാണ്. ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഫീൽ ആൻഷ്യസ് ഓർ ഗിൽറ്റി വെൻ നോട്ട് വർക്കിംഗ്. ജോലി ചെയ്യാതിരിക്കുമ്പോൾ വല്ലാത്തൊരു ഗിൽട്ട് ഫീലിംഗ്. സെക്കൻഡ് വൺ, യു സാക്രിഫൈസ് സ്ലീപ്പ്, മീൽസ് ആൻഡ് പേഴ്സണൽ ടൈം ഫോർ വർക്ക്. വർക്കിനു വേണ്ടി ആഹാരവും ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കുന്നു. യുവർ സ്ട്രഗിൾ ടു ഡെലിഗേറ്റ് ടാസ്ക് ബിക്കോസ് ഓൺലി യു ക്യാൻ ഡു ഇറ്റ് റൈറ്റ്. ഒന്നും വീതിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഞാൻ ചെയ്താലേ ശരിയാകൂ എന്ന് തോന്നുന്നു. ദെൻ യുവർ റിലേഷൻഷിപ്പ് സഫേഴ്സ് ബിക്കോസ് വർക്ക് കം ഫസ്റ്റ്. നമ്മളുടെ ബന്ധങ്ങളെയെല്ലാം ഇത് ബാധിക്കാൻ തുടങ്ങും. എപ്പോഴും നമ്മൾ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. യു ആർ കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് യുവർ വർക്ക് ഈവൻ ഇൻ യുവർ ഫ്രീ ടൈം. ഫ്രീ ആയിരിക്കുമ്പോൾ പോലും ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഓർത്തോ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വഭാവം മാറ്റം വരുത്തേണ്ടതാണ്. അതിനുള്ള ചില ടിപ്സാണ് ഞാൻ തരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, സെറ്റ് ക്ലിയർ വർക്ക് ബൗണ്ടറീസ്. നമ്മളുടെ ജോലിയിൽ കൃത്യമായിട്ടുള്ള പരിധികൾ നിശ്ചയിക്കാൻ നമ്മൾ പഠിക്കണം. പരിധിയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വർക്ക്ഹോളിക് ആവുന്നത്. സെക്കൻഡ് വൺ, പ്രയോറിറ്റൈസ് യുവർ സെൽഫ് കെയർ. നമ്മുടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ആഹാരം കഴിക്കാനും ഉറങ്ങാനുമൊക്കെ പ്രോപ്പർ സമയം തീരുമാനിക്കുക. തേർഡ് വൺ, ഇൻവെസ്റ്റ് ഓൺ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വർക്ക് മാത്രം പോരാ ഒരു മനുഷ്യന് ജീവിക്കാൻ, റിലേഷൻഷിപ്പ് വളരെ ആവശ്യമാണ്. ടേക്ക് ബ്രേക്സ് ആൻഡ് വെക്കേഷൻസ്. ഏത് ജോലിയായിരുന്നാലും നമുക്ക് ജീവിതത്തിൽ ബ്രേക്കും വെക്കേഷനും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക്ഹോളിക് ആകാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ബൗണ്ടറീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനും റിലേഷൻഷിപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും നമുക്ക് ബ്രേക്ക് എടുക്കാനും സാധിക്കണം. ഒരു പക്ഷേ വർക്ക്ഹോളിസം നിങ്ങളുടെ ഒരു പാറ്റേൺ തന്നെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധ സഹായം തേടാൻ മറക്കണ്ട. താങ്ക് യു.